ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഒരു ബാക്ക് ടു സ്കൂൾ റീ ഓപ്പണിങ്ങിന് മുമ്പ് നമ്മൾ ഹോളും ഒരു ബാക്ക് പാക്കിങ്ങും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ ഇന്ന്. അപ്പം നമുക്ക് നോക്കിയാലോ ഗൈസ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഹോൾ കാണാം അല്ലേ. ഫസ്റ്റ് തന്നെ നമ്മൾ ബാഗുകളാണ്. ഇതാണ് നമ്മുടെ ബാഗ്. ഇതൊരു ബ്ലാക്ക് ബാഗാണ്. ഇത് ഏകദേശം ഞാനൊരു 7 മന്ത്സോളായി ഇത് യൂസ് ചെയ്യുന്നത്. അർബൻ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഗാണ്. പിന്നെ ഈ ഒരു ടോട്ട് ബാഗും ഉണ്ട്. ഇത് ഞാൻ 1 ഇയറോളായി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ബാഗ്, ഈ ഒരു ബാഗ് തന്നെ കാണാം അല്ലേ. ഈ ഒരു ബാഗ് നോക്കാം. ഈ ഒരു ബാഗിൽ ഏകദേശം 6 കള്ളിയോളമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കള്ളി, ഇത് സെക്കൻഡ് കള്ളി, അങ്ങനെ കാണിക്കുന്നുണ്ട് ഞാനിതിൽ. അപ്പോൾ ഈ ഒരു കള്ളികളാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ നല്ല ബാഗാട്ടോ ഈ ഒരു ബാഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബാഗുകളാണ്. അപ്പോൾ ഇത് ഏകദേശം 1 2 3 4 5 6 അങ്ങനെ 6 കള്ളികളാണ് നമുക്ക് വരുന്നത്. 5 കള്ളി അതിൽ പറയുന്നുണ്ട് 5. ഓക്കെ, 5 കള്ളികളാണ് വരുന്നത്. അപ്പോൾ 5 കള്ളികൾ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഈ ഒരു ബാഗിൻ്റെ ലിങ്ക്. ഇതിന് 300 റേറ്റിലാണ് എനിക്കിത് കിട്ടിയത്. ഇപ്പോൾ എത്ര റേറ്റ് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. സോ നമുക്ക് നോക്കാം അല്ലേ. ഈ ഒരു റേറ്റ് ഞാൻ നോക്കാം. ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോട്ട് ബാഗാണ് പിന്നെയുള്ളത്. ടോട്ട് ബാഗ് നല്ല ക്യൂട്ടാണ്, നല്ല കളറാണ് കേട്ടോ ഗൈസ്. എനിക്ക് പേസ്റ്റൽ ഗ്രീൻ അങ്ങനെ കളർ എനിക്ക് ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഭയങ്കര ക്യൂട്ടാണ് ഈ ഒരു ടോട്ട് ബാഗ്. ഇത് ഞാൻ നമുക്കിങ്ങനെ സബ് പീരീഡുകൾ കിട്ടുമല്ലോ, ലൈക്ക് അങ്ങനെ ടീച്ചേഴ്സൊന്നും ഇല്ലാത്ത ടൈമൊക്കെ പോവുമല്ലോ, ആ ടൈം യൂസ് ചെയ്യുന്ന ബാഗുകളാണ്. പിന്നെ അങ്ങനെ സബ്ജക്ട്സ് ഒന്നും ഇല്ലാത്ത ടൈം യൂസ് ചെയ്യുന്ന ബാഗാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള നോട്ട്ബുക്കുകളാണ്. നോട്ട്ബുക്ക്സ് ഇതിലാണ് എൻ്റെ കയ്യിലുള്ളത്. നോട്ട്ബുക്കും പിന്നെ ടെക്സ്റ്റും വേറെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 5 റൂൾഡും അൺറൂൾഡ് 6 കേട്ടോ നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് ബുക്ക്. അപ്പം ടോട്ടൽ 11 ഞാൻ പൊതുവെ 10 വാങ്ങിക്കൊണ്ട് ഞാനിപ്പോൾ 11 വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയാണ് കണക്ക് പറയുന്നത്. അപ്പോൾ ഇത് വൈറ്റ് ലീവ്സിൻ്റെ ഇങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു ബുക്ക് തന്നെ വാങ്ങിച്ചു. എന്തൊക്കെ പറഞ്ഞാൽ ആ ബുക്ക് അടിപൊളിയാണ് കേട്ടോ. നല്ല ലാമിനേഷനൊക്കെ വന്നിട്ടുള്ള ബുക്കുകളാണ്. അതുകൊണ്ട് പൊതി വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ ടെക്സ്റ്റിനൊക്കെ പൊതിയിട്ടിട്ടുണ്ട്, അതിന് പൊതിയിടണം ഇനി. അപ്പോൾ സ്റ്റാപ്ലർ പെന്ന് തീർന്നുകൊണ്ട് അത് യൂസ് ചെയ്യാത്തതാണ്. പിന്നെ ഇത് നമ്മൾ ടെക്സ്റ്റുകളാണ്. ടെക്സ്റ്റുകൾ 9th ഗ്രേഡേഴ്സിന് വേഗം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം May 15th ആയപ്പോൾ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ സ്റ്റിക്കി നോട്ട്. അപ്പോൾ ഇത് കുറേ ആയിട്ടോ, ഇപ്പം ഏകദേശം ഒരു ഓഗസ്റ്റിലാണ് മറ്റും ഞാൻ വാങ്ങിച്ചൊരു സ്റ്റിക്കി നോട്ടാണ്. ഈ ഒരു സ്റ്റിക്കി നോട്ട് ഏകദേശം കുറേ ആയി. അപ്പോൾ ഈ ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മൾ പൗച്ച്. നല്ല ക്യൂട്ട് പൗച്ചാണ് ഗൈസ്, നല്ല ഭംഗിയില്ലേ. ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത ഇതൊരു 1 ഇയർ ആയിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പൗച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 ഇയർ ആയിട്ടുണ്ട്. ബ്ലാക്ക് പൗച്ചാണ്. പിന്നെ ഞാനിതൊരു മേക്കപ്പ് പൗച്ചാണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചു. ഇതിന് 140 അങ്ങനെ എന്തോ റേറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്കുള്ളത് വാച്ചാണ് ഗൈസ്. വാച്ചാണെന്ന് തോന്നുന്നു. ഞാനിതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പൗച്ച് എന്നല്ലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു വാച്ചാണ്. ഇതൊരു ഗോൾഡൻ ബോർഡറൊക്കെ വരുന്ന ഒരു വാച്ചാണ്. ഇത് ഏകദേശം 1 ഇയറിൻ്റെ മുകളിലായിട്ടാണ് വാച്ച് വാങ്ങിച്ചിട്ട്. ഇത് ഉമ്മാക്ക് വാങ്ങിച്ചതാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, അതാണ് സത്യം. അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഉപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ നല്ല വാച്ചാണ്, നല്ല ഭംഗിയുള്ള വാച്ചാണ്. ഗോൾഡൻ ബോർഡറും ബ്ലാക്ക് സ്ട്രാപ്പൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് കമ്പനിയൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് നമ്മളെ ബുക്ക് റാപ്പ് അല്ലെങ്കിൽ ബ്രൗൺ പേപ്പർ അങ്ങനെ എന്തോ പറയും, ബ്രൗൺ കവർ അങ്ങനെ എന്തോ പറയൂലേ, അങ്ങനെ എന്തോ ആണ് പറയുക. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പഴയ ടൈം യൂസ് ചെയ്യാറ്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് 2 ബോൾ പെന്ന്, ബ്ലാക്കും ബ്ലൂ ആണ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്, സെറ്റായിട്ട് വാങ്ങിച്ചിട്ടില്ല. കാക്കൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പെൻസില്, സ്കെയില്, ഇറേസർ, ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഈ പെൻസിലിൻ്റെ അവസ്ഥ നോക്കണ്ട, എനിക്ക് പുതിയത് വാങ്ങിക്കണം. ഓക്കെ, പിന്നെ സ്കെയിലുണ്ട്. ഇത് പുതിയതാട്ടോ, എക്സാം ടൈം വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു ക്യാമലേൻ്റെ ജിയോമെട്രി ബോക്സ് ഉണ്ട്. ഇതും ഏകദേശം ഒരു 5 to 6 months ആയിട്ടുണ്ട് വാങ്ങിച്ചിട്ട്. ഇപ്പം ഗൈസ് മഴ പെയ്യുന്നുണ്ട് ഗൈസ്, നല്ല മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല ഇരുട്ട് കയറിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. ഓക്കെ, ഇടീൻ്റെ വെച്ചാണ്ടോ. അപ്പോൾ നമുക്കിനി ബാഗ് സെറ്റ് ചെയ്യാം. ബാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ വെക്കുന്നത് 2 ബുക്കുകളാണ്. ഒരു റൂൾഡ് ആയിട്ടുള്ള നോട്ടും ഒരു കെമിസ്ട്രി ടെക്സ്റ്റുമാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും മിക്കവാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ബുക്കുകളും പിന്നെ നമ്മളെ ജോമെട്രി ബോക്സ് വെക്കുന്നുണ്ട്. ജോമെട്രി ബോക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ബോക്സ് വെക്കണം കയ്യിൽ.
ഓക്കെ എപ്പോൾ ആവശ്യം വരാമെന്നൊന്നും അറിയില്ലല്ലോ. ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ ഈ പൗച്ചിൽ സെറ്റ് ചെയ്യാം. പൗച്ചിൽ 2 പെന്ന്, ഒരു പെൻസില്, ഒരു സ്കെയില്, പിന്നെ ഒരു പെന്നും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ബ്ലൂ പെന്നും കൂടിയിട്ട്. ഒരു ബ്ലാക്ക് പെന്നും കൂടി വേണം അങ്ങനത്തെ, പക്ഷെ കാണുന്നില്ല. അപ്പോൾ ഒരു പെൻസിൽ, ഇറേസർ, സ്കെയില് ഇതൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ അപ്പോൾ നല്ല ഇടി നല്ല മിന്നലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ഈവനിങ് ആണ് ഇത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഈ ഒരു പാർക്കർ പെന്നും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പൗച്ചിൽ വെച്ചിട്ടുള്ളത്. പൗച്ചിൽ അത്ര സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പൗച്ചും കൂടി സെറ്റ് ചെയ്തു. പിന്നെ നമ്മളെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്. ഈ ഒരു ഡയറി സൈലത്തിൻ്റെ ഒരു ഡയറിയാണ്. സൈലത്തിന് ഞാൻ എഴുതി പഠിക്കുന്ന ഒരു ഡയറിയാണ്. സൈലത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചൊരു ഡയറിയാണ്. അപ്പോൾ ആ ഒരു ഡയറിയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ലൈക്ക് പെന്നെന്ന് പറയുന്നത് നമ്മൾ ലൈക്ക് ലിപ് ബാം, സ്ക്രഞ്ചീസ് അങ്ങനത്തെയാണ്. അപ്പം ഫസ്റ്റ് ഞാനൊരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. ഒരു സാദാ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ബാം ഉണ്ട് എൻ്റെ കയ്യിൽ. ആ ഒരു ലിപ് ബാമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിപ് ബാം ആട്ടോ, നല്ല ക്യൂട്ട് നല്ല ലിപ് ബാം ആട്ടോ ഗൈസ്. ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും, ഒരു ലിപ് ബാം അടിപൊളി ലിപ് ബാമാണ്. അപ്പോൾ ഇതും ഗൾഫിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ല ലിപ് ബാമാണ് ഗൈസ്, നല്ല അടിപൊളി ലിപ് ബാമാണ്. അപ്പോൾ ഇതിന് ടിൻറ്റില്ല, ലൈക്ക് കളറില്ല. അപ്പോൾ ഇതാണ് ലിപ് ബാം. ഞാൻ ഇപ്പോൾ കുറച്ചായി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു കള്ളിയിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ നമ്മളെ സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. യൂണിഫോമിൽ എന്തെങ്കിലുമൊക്കെ ക്രാക്ക് കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിന്നെ ഒരു ഒരു ബാൻഡ് എടുത്തിട്ടുണ്ട്. ലൈക്ക് കയ്യിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ബാൻഡ്, അത് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സ്ക്രഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാച്ച് നോർമലി ഇടുന്ന പോലെ തന്നെ ഇടുന്നതാണ്, എന്നാലും ഞാൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബാഗ് പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഒന്നിച്ച് നടന്നു അല്ലേ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ഒരു കീച്ചെയിൻ, അതൊരു 10 രൂപ ഞാൻ വാങ്ങിച്ച കീച്ചെയിൻ ആട്ടോ, അതിൽ കാണിച്ചിട്ടുണ്ട് ഡയമണ്ടിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു.